സ്വപ്നസമാനമായ ഒരു സഞ്ചാരത്തിനൊടുക്കം പെട്ടെന്നൊരു നിമിഷം അർജന്റീനക്കാരുടെ ഹൃദയങ്ങൾ നിലച്ചുപോയൊരു രാത്രിയിൽ ലയണൽ മെസ്സി എന്ന അവരുടെ നായകനെ തേടി ഒരു വിശേഷാൽ സമ്മാനമെത്തുന്നു. ഏറ്റവും മികച്ച കളിക്കാരനുള്ള സ്വർണ്ണപ്പന്ത്. സംശയമില്ല, ലോകകപ്പിന്റെ മോഹിപ്പിക്കുന്ന മൈതാനത്ത് അതൊരു അംഗീകാരം തന്നെയാണ്. തിരിച്ചിറങ്ങുമ്പോൾ പക്ഷേ അയാൾ ചിരിച്ചില്ല. ഒരു തരം നിർവികാരതയായിരുന്നു മുഖത്ത്. കയ്യകലത്തിൽ നഷ്ടമായ ആകാശത്തിന്റെ വലിപ്പം വീണ്ടും വീണ്ടും മെസ്സിയെ വേട്ടയാടിയിരുന്നിരിക്കണം. എവിടെയാണ് തനിക്ക് പിഴച്ചത്? ആരാണ് പിന്നിൽ നിന്ന് വലിച്ചത്? ക്രോസുകളുടെ അളവുകൾ തെറ്റിയത് എവിടെയാണ്? വളർത്തി വലുതാക്കിയ ഇടങ്കാലുകൾ അന്നുമാത്രം തനിക്ക് തുണയാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ ഫൈനലിന്റെ ഫലം തിരിച്ചായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ചും ഒരുപക്ഷെ മെസ്സി ഓർത്തിരുന്നിരിക്കണം. മറഡോണയുടെ അവതാരപ്പിറവി കണ്ട 1986-ലാണല്ലോ മെസ്സിയും ജനിച്ചു വീഴുന്നത്. പിന്നീടുള്ള 28 കൊല്ലവും പുതിയ അവതാരങ്ങൾക്ക് വേണ്ടിയാണല്ലോ അർജന്റീന തേടി അലഞ്ഞത്. റൊസാരിയോയിലൊരു പയ്യൻ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്രയെന്ന് ആളുകൾ അടക്കം പറഞ്ഞപ്പോഴും അവരാഗ്രഹിച്ചത് ഇങ്ങനെയൊരു കാഴ്ചയല്ലല്ലോ. ഒളിമ്പിക്സ് മെഡലും യൂത്ത് കപ്പുമെല്ലാം അർജന്റീനയിലേക്ക് എത്തിച്ചപ്പോഴും അവരുടെ മുഖത്ത് പൂർണ്ണമാവാത്ത ചിരി മെസ്സി കണ്ടതല്ലേ? ആ അപൂർണതയിലെ നിരാശ തന്നെയായിരുന്നില്ലേ തന്റെ ഇടങ്കാലുകളുടെ ഊർജ്ജവും? എന്നിട്ടെന്താണ് തനിക്ക് സംഭവിച്ചത്?